ഐതിഹ്യമാല അധ്യായം 62. ഊരകത്ത് അമ്മ തിരുവടി. ഊരകത്ത് അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പണ്ടൊരു കാലത്ത് വാഴപ്പിള്ളി മേനന്മാരിൽ ഒരാൾക്ക് ആദ്യം നടകാവലും പിന്നീട് കണക്കെഴുത്തും ഉണ്ടായിരുന്നു. കാലക്രമേണ ഊരാളന്മാരായ നമ്പൂരിമാരും മേനവനും തമ്മിൽ വലിയ പിണക്കക്കാരായി തീർന്നു. അതിനാൽ മേനോൻ ദേവസ്വം വക കണക്കുകളും ഗ്രന്ഥവരികളും മറ്റും ചുട്ടു നശിപ്പിച്ച് കളഞ്ഞു. തന്നിമിത്തം ഇപ്പോൾ അവിടെ ക്ഷേത്ര സംബന്ധമായ പഴയ ചരിത്രം അറിയുന്നതിന് രേഖാ പ്രമാണമൊന്നും ഇല്ലാതെയായിത്തീരുന്നു. അതിനാൽ ഇതെഴുതുന്നത് പഴമ പരിചയമുള്ള വയോവൃദ്ധന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കേട്ടുകേൾവി കൊണ്ട് മാത്രം അടിസ്ഥാനപ്പെടുത്തിയതാണ്. അമ്മ തിരുവടി ക്ഷേത്രത്തിൽ സ്ഥാനക്കണക്കിന് ഇപ്പോഴും വാഴപ്പിള്ളി മേനോന്റെ തറവാട്ടേക്കാണെന്ന് വെച്ചിരിക്കുകയാണ്. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന അവസരങ്ങളിൽ വാഴപ്പിള്ളി മേനോന്റെ തറവാട്ടിൽ അന്നന്ന് മൂപ്പായിട്ടുള്ള ആൾ ഒരു ഓലക്കണക്കിനു കെട്ട് എടുത്തുകൊണ്ടുവന്ന് എഴുന്നള്ളത്തിന് മുമ്പിൽ നടക്കുക ഇപ്പോഴും പതിവുണ്ട്. അതിലേക്കും ദേവസ്വത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ അവർക്കിപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. ആ തറവാട്ടിൽ അന്നന്ന് മൂപ്പായിട്ടുള്ള മേനവനെ മുൻകാലങ്ങളിൽ എല്ലാവരും കാക്കുന്ന മേനോൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ലോപിച്ച് കാക്കര മേനോൻ എന്നായിരിക്കുന്നു. അമ്മ തിരുവടിയുടെ സാക്ഷാൽ തിരുനാമധേയം തിരുവല്ലയന്നൂർ ഭഗവതി എന്നാണ്. പ്രസിദ്ധനായിരുന്ന മഴമംഗലത്ത് നമ്പൂരിയുടെ ഭാഷാ നൈഷിജ്യന്റെ ചമ്പൂലി 51 അക്ഷാരളി കലി തന്നുലതി ഭേദമാകുന്ന ശാഖി കൊമ്പത്തൻ ബോർഡ് പൂക്കും കുസുമതിയിലെ എന്തുന്ന പൂന്തോട്ടിൻ കുഴമ്പി ചെമ്പൽത്താർ ഭാണ്ഡ പ്രശംസ നാസാകൃതേ പാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴലുന്നേ വലിയാന്തരീശ്വരി വിശ്വനാഥേ എന്ന ആദ്യ ശ്ലോകം ഈ ദേവിയെക്കുറിച്ചാണ്. മഴമംഗലത്ത് നമ്പൂരിയുടെ ഇല്ലം ഊരക്കത്തായിരുന്ന എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഈ ഭഗവതിക്കിന്ന് ഈ തിരുമനാഥതയും ശ്രദ്ധിച്ചതിൻ്റെ കാരണം താഴെ പറയുന്ന സംഗതികൾ കൊണ്ടെന്ന് സ്പഷ്ടമാകുന്നതാണ്. കേരളത്തിലെ 64 ഗ്രാമങ്ങളിലൊന്നായ പെരുമനം ഗ്രാമത്തിൽ ഉൾപ്പെട്ട തൃശ്ശൂർ പേരൂരിൽ നിന്ന് ഏകദേശം 7 നാഴിക തെക്കാണ് പ്രസ്തുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരശുരാമൻ പരദേശത്ത് നിന്ന് ആദ്യം കേരളത്തിൽ കൊണ്ടുവന്ന ബ്രാഹ്മണൻ തിരിച്ചുപോയി കളഞ്ഞതിനാൽ രണ്ടാമത് കൊണ്ടുവന്നവരും അപ്രകാരം പോകാതിരിക്കുന്നതിനായി അവരുടെ ശിഖ പിൻഭാഗത്തു നിന്നും മുൻഭാഗത്തേക്ക് ആക്കുകയും ആചാരങ്ങൾ മിക്കവാറും മാറ്റുകയും അവർക്ക് നമ്പൂരിമാരെന്ന് സഞ്ച കൽപ്പിച്ച് കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ട് മധ്യ കേരളമായ തൃശ്ശൂർ പേരൂർ വെച്ച് അന്തർദാനം ചെയ്തതിന് ശേഷം നമ്പൂരിമാരിൽ എല്ലാവരും കൂടി കേരളത്തിന്റെ സർവ്വസമ്പദ്സമൃദ്ധിയാർത്ഥം കാഞ്ചീപുരത്ത് പോയി കാമാക്ഷി അമ്മനെ സേവിച്ച് പ്രത്യക്ഷീകരിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് നിശ്ചയിക്കുകയും അതിനായി തിരുവല്ലയന്നൂർ ഭട്ടതിരിയെയും അദ്ദേഹത്തിന് സഹായത്തിനായി കീഴോട്ടുകര നമ്പൂരിപ്പാടിനെയും കോപോരത്ത് മേനാവിനെയും തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്തു. അവർ 3 പേരും കാഞ്ചീപുരത്ത് പോയി ഭക്തിപൂർവ്വം ഭജിക്കുകയാൽ അമ്മൻ പ്രത്യക്ഷയായി. നിങ്ങളുടെ അഭീഷ്ടം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മൻ ഞങ്ങളോടുകൂടി കേരളത്തിലേക്ക് പോരണമെന്നും അവർ സവിനയം അപേക്ഷിക്കുകയും ദേവി അപ്രകാരം സമ്മതിക്കുകയും ചെയ്തു. അവർ 3 പേരും സസന്തോഷം സ്വദേശത്തേക്ക് മടങ്ങിയെത്തി. സ്വഗൃഹത്തിൽ ചെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട ഓരോ സ്ഥലത്തു വെച്ചിട്ട് പോയി കുളി മുതലായവ കഴിച്ച് തിരിച്ചു വന്ന് കുടയെടുത്തപ്പോൾ അതെടുക്കുവാൻ വയ്യായിരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ ആ കുടകളിൽ ദേവി ഇളകൊണ്ടിരിക്കുന്നതിനാലാണ് അവ ഇളകാത്തതെന്ന് കണ്ടു. അതിനാൽ ആ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ദേവിയെ പൂജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തിരുവല്ലയന്നൂർ ഭട്ടതിരിക്ക് ഒരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിന്റെ ഇല്ലത്തിന്റെ പടിഞ്ഞാറ്റേ ശ്രീകോവിലാക്കി ക്ഷേത്രം പണിയിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തണമെന്നും ഇല്ലത്തെ വക സകല സ്വത്തുക്കളും ദേവിക്കായി വെച്ചൊഴിയുകയും ദേവസ്വം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള അധികാരം കൊച്ചി രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നും ഇത്രയും ചെയ്തതിന് ശേഷം ഭട്ടതിരി വടക്കോട്ട് പൊയ്ക്കൊള്ളാമെന്നും ഒരു ദിവസത്തെ വഴി വടക്കോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ഇരട്ടി സ്വത്തുക്കളും മറ്റും അവിടെ കിട്ടുമെന്നും ഇളങ്കുന്നിന്റെ വടക്കേ താഴ്വരയിൽ പാതാളഞ്ജനം കൊണ്ടുള്ള ഒരു ബിംബം കിടക്കുന്നുണ്ടെന്നും ആ ബിംബം എടുത്ത് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിക്കൊള്ളണമെന്നും ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതായിട്ട് ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് ദേവി തന്നെ തന്നോട് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ പുറപ്പെട്ട ഭട്ടതിരി ഇളങ്കുന്നിന്റെ താഴ്വരയിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ പാതാളഞ്ജനം കൊണ്ടുള്ള ഒരു ദേവീ വിഗ്രഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം കുറച്ചുകൂടി ദൃഢീഭവിച്ചു. ഉടനെ അദ്ദേഹം ആ വിഗ്രഹം അവിടെ നിന്ന് എടുപ്പിച്ചു കൊണ്ടുവന്ന് ജലാധിവാസം ചെയ്യുകയും സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ക്ഷേത്രമണിയുകയും ഒരു സമൂഹത്തിൽ പ്രതിഷ്ഠയും കലശവും നടത്തിക്കുകയും സകല സ്വത്തുക്കളും ദേവിക്കായി വച്ചൊഴിയുകയും ദേവസ്വകാര്യത്തിൽ അന്വേഷണം കൊച്ചി രാജാവിനെ ഏൽപ്പിക്കുകയും അതിനും ചെയ്തതിനു ശേഷം വടക്കോട്ട് പോവുകയും ചെയ്തു.
ഒരു ദിവസം വൈകുന്നേരം ഒരില്ലത്തെത്തി കുളിയും സന്ധ്യാവന്ദനവും അത്താഴവും കഴിച്ച് അവിടെ താമസിച്ചു. അക്കാലത്ത് ആ ഇല്ലത്തെ ഗൃഹസ്ഥൻ അനബദ്ധ്യത കൊണ്ട് വിഷണ്ണനും വാർദ്ധക്യം കൊണ്ട് വിവശനുമായി തീരുകയാൽ കൊള്ളാവുന്ന ഒരു ഇല്ലത്ത് നിന്ന് ചിലരെ അവിടെ ദത്തെടുത്ത് അവകാശപ്പെടുത്തുന്നതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭട്ടതിരിയുമായി കുറച്ചുനേരം സംഭാഷണം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തന്നെ ദത്തെടുത്തു കൊള്ളാമെന്ന് ഗൃഹസ്ഥന് തോന്നുകയും ആ വിവരം ഭട്ടതിരിയോട് പറയുകയും ഭട്ടതിരി തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചുകൂടി ഓർത്തിട്ട് ഗൃഹസ്ഥന്റെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നതിന് പൂർണ്ണമായി സമ്മതിക്കുകയും അചിരേണ ഭട്ടതിരിയെ സകുടുംബമായി ഇല്ലത്തേക്ക് ദത്തെടുക്കുകയും ചെയ്തു. ആ ഇല്ലത്തേക്ക് ഭട്ടതിരിയുടെ ഇല്ലത്തേക്ക് ഉണ്ടായതെന്നാൽ ഇരട്ടിയധികം സ്വത്തുണ്ടായിരുന്നു. ഈ ഇല്ലമാണ് പ്രസിദ്ധമായ സാക്ഷാൽ പൂമുള്ളിമന എന്നുകൂടി പറഞ്ഞാൽ അവിടെ ധനപുഷ്ടിക്ക് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും പൂമുള്ളിമനയ്ക്കുള്ളവർക്കെല്ലാം തിരുവല്ലിയന്നൂർ ഭട്ടതിരിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ടവരാണെന്ന് ഇനി വിശേഷിച്ച് പറയണമെന്നില്ല. ഇപ്പോഴും അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പൂമുള്ളി നമ്പൂതിരിപ്പാട്ടിലേക്കും തന്ത്രിക്കും മേൽശാന്തിക്കുമല്ലാതെ അകത്ത് കിടന്ന് പൂജ കഴിക്കുവാൻ പാടില്ലെന്നാണ് വെച്ചിരിക്കുന്നത്. ദേവിയെ സേവിച്ചുകൊണ്ട് വരികയും തൻ്റെ ഇല്ലം തന്നെ ക്ഷേത്രമാക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് തിരുവല്ലയന്നൂർ ഭട്ടതിരി ആയതുകൊണ്ടാണ് ഊരകത്ത് അമ്മ തിരുവടിക്ക് തിരുവല്ലയന്നൂർ ഭഗവതി എന്നുള്ള തിരുനാമം സിദ്ധിച്ചതെന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. ദേവിക്ക് പ്രതിദിനം അഭിഷേകം കഴിഞ്ഞാൽ ഉടനെയുള്ള നിവേദ്യം ഇപ്പോഴും പൂമുള്ളി മനക്കിലെ വകയായിട്ടാണ് നടത്തിപ്പോരുന്നത്. ഊരകത്ത് അമ്മ തിരുവടി ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് കിഴക്കേ പ്രദക്ഷിണം വഴിക്ക് പടിഞ്ഞാറു വശത്തായി കരിങ്കൽ തറയോടുകൂടി ഇപ്പോഴും ഒരു പിലാവ് നിൽക്കുന്ന സ്ഥലം പൂണ്ട് തിരുവല്ലയന്നൂർ ഭട്ടതിരിയുടെ ഇല്ലത്തിന്റെ മുറ്റമായിരുന്നു. ആ സ്ഥലത്തായിരുന്ന ഭട്ടതിരി കാഞ്ചീപുരത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഓലക്കുട വെച്ചത്. ആ സ്ഥലത്തിനിപ്പോൾ ശ്രീമൂലസ്ഥാനം എന്നാണ് പേർ പറഞ്ഞു വരുന്നത്. ശ്രീമൂലസ്ഥാനത്തും പതിവായി പൂജയും ജനങ്ങൾ വന്നിക്കുകയും ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും കാരണവശാൽ അശുദ്ധി ബാധിച്ചാൽ ശ്രീകോവിലിനകത്ത് ബിംബത്തിലേക്കും പുണ്യാഹം വേണം. ദേവി കാഞ്ചീപുരത്ത് നിന്ന് കേരളത്തിലേക്ക് പോകുന്നത് ഓലക്കുടയിന്മേൽ അധിവസിച്ചുകൊണ്ടായിരുന്നതിനാൽ അമ്മ തിരുവടിക്ക് ഇപ്പോഴും ഓലക്കുട പ്രധാനമാണ്. 3 നേരവും ശീവേലിക്ക് അവിടെ ഇപ്പോഴും ഓലക്കുട തന്നെയാണ് പിടിക്കുക പതിവ്. പൂരത്തിനും മറ്റും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ദിവസങ്ങളിൽ ആനപ്പുറത്ത് പിടിക്കുന്നതിനുള്ള പട്ടുകുടയും അവിടെ ഉണ്ടാക്കുന്നതിനുള്ള ഓലക്കുടയും ചേർത്താണ്. അമ്മ തിരുവടി ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ പതിവായി 5 പൂജ, 3 ശീവേലി, നവകം, പഞ്ചഗവ്യം മുതലായവയെല്ലാം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ദേവി കാർത്യായനിയായ ഇവിടെ സുഗന്ധമുള്ള പുഷ്പങ്ങൾ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുവാൻ പാടില്ലെന്ന് മാത്രമല്ല, പൂരം മുതലായവയ്ക്ക് വെടി, വെടിക്കെട്ട് മുതലായവ കരിമരുന്ന് പ്രയോഗങ്ങളും പതിവില്ല. അമ്മ തിരുവടിയുടെ ക്ഷേത്ര സങ്കേതത്തിനകത്ത് നായന്മാരിൽ താഴ്ന്ന ജാതിക്കാർ കുടിവാർക്കുകയോ മദ്യം, മാംസം മുതലായവ ക്രയവിക്രയങ്ങൾ ചെയ്യുകയോ പാടില്ല. നായന്മാർ മുതലായ ജാതിക്കാർക്ക് തന്നെയും പുരയ്ക്ക് ഓടുമേയ്ക്കാനോ 4 കോടികൾ അതായത് മൂലകൾ ചേർത്തിണക്കി പടിപ്പുര പണിയുവാനോ അടിയന്തരങ്ങൾക്ക് എപ്രകാരം പന്തൽ കെട്ടിക്കുവാനോ അർഹതയില്ല. പുരയ്ക്ക് ഓടി വിരിക്കുന്നതിനും കല്യാണത്തിന് ആനപ്പുറത്തുമുള്ള കൊണ്ടുവരുവാനും വലിയ പപ്പടം, പഞ്ചസാര മുതലായവയോടുകൂടി സദ്യ കഴിപ്പിക്കുന്നവനും ദേവസ്വത്തിലെ അനുവാദത്തോടുകൂടി വലിയ തമ്പുരാൻ തിരുമനസിന്റെ തിട്ടൂരം വേണം. പുരയ്ക്ക് ഓടിയിട്ട് വിൽക്കുന്നതിന് ദേവസ്വത്തിലെ അനുവാദം കിട്ടണമെങ്കിൽ ദേവിയുടെ നടയിൽ ഒരു 101 പണം കെട്ടിവെക്കണം. ഒരു പണത്തിന് 4 7 പൈ. കീഴോട്ടുകര നമ്പൂരിപ്പാടും കോമരത്ത് മേനവും കൊണ്ടുവന്ന ഭഗവതിമാരെ അവരും ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിപ്പിച്ചു. നമ്പൂരിപ്പാട് ഭഗവതിയെ പ്രതിഷ്ഠിപ്പിച്ച സ്ഥലത്തിന് പിഷാരിക്കല്ലെന്നും മേനവൻ പ്രതിഷ്ഠിപ്പിച്ച സ്ഥലത്തിന് പല്ലിശ്ശേരി എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. 3 പേരും ഒരു ഭഗവതിയെ തന്നെയാണ് സേവിച്ചു കൊണ്ടുവന്നത്. എങ്കിലും പ്രതിഷ്ഠാ സമയത്ത് ധ്യാനഭേദം കൊണ്ടോ എന്തോ മേനവന്റെ ഭാഗവതി ഭദ്രകാളിയായി തീർന്നു. അവിടെ ഇപ്പോഴും പൂജ നടക്കുന്നത് ഭദ്രകാളിയായിട്ട് തന്നെയാണ്. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ ഒരു വാളും എടുത്തുകൊണ്ട് കോമരത്തുമേനോൻ അകമ്പടി സേവിക്കുക ഇപ്പോഴും പതിവുണ്ട്. ആണ്ടുതോറും തുലാമാസത്തിൽ അമാവാസി ദിനം അമ്മ തിരുവടിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും കിഴക്ക് വശത്തുള്ള മമ്പിള്ളിക്കുളത്തിൽ ആറാട്ടും പതിവുണ്ട്. ആ ദിവസം മാത്രമേ പുറത്തേക്ക് കിഴക്കേ ഗോപുരത്തിൽ കൂടി എഴുന്നേൽക്കാറുള്ളൂ. പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന പതിവുള്ള മറ്റു ദിവസങ്ങളിൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടിയാണ് പതിവ്. ഇതിന് പുറത്തു വരുന്ന കാരണം താഴെ കാണുന്നത് പ്രകാരമാണ്. പണ്ടൊരിക്കൽ കൊടുങ്ങല്ലൂർ ഭഗവതി ലോകരക്ഷാത്രം ദേശസഞ്ചാരം ചെയ്ത കൂട്ടത്തിൽ ഒരു ദിവസം ഇവിടെ വന്ന് ചേരുകയും 2 പേര് തമ്മിൽ സഖ്യം സിദ്ധിക്കുകയും അമ്മ തിരുവടി കൊടുങ്ങല്ലൂർ ഭഗവതി തൻ്റെ അടുക്കൽ തന്നെ ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയും കിഴക്കേ ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്നു കൊള്ളുന്നതിന് അനുവദിക്കുകയും അതനുസരിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതി അന്നു മുതൽ ആ കിഴക്കേ ഗോപുരത്തിന്റെ മുകളിൽ വാസമാക്കുകയും ചെയ്യും. അതിനാൽ അമ്മ തിരുവടിയെ അതിൽ എഴുന്നള്ളിച്ചാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കാൽക്കൂട്ടിൽ കൂടുകയല്ലോ.
അതുകൊണ്ടാണ് അതിലെ എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വെച്ച്. തുലാമാസത്തിൽ അമാവാസി ദിവസം സമുദ്ര സ്നാനം ചെയ്യുന്നതിന് കൊടുങ്ങല്ലൂർ ഭഗവതി തലേ ദിവസം രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പോകും. പിന്നെ അമാവാസി നാൾ സമുദ്ര സ്നാനവും മറ്റും കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ. കൊടുങ്ങല്ലൂർ ഭഗവതി അവിടെ ഇല്ലാത്ത സമയത്ത് അതിലെ എഴുന്നള്ളിക്കുന്നതിന് വിരോധമില്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് മാത്രം അതിലെ എഴുന്നള്ളിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോഴും ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്ന ജനങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ധ്യാനിച്ച് കിഴക്കേ ഗോപുരത്തിന്റെ മുകളിലേക്കും തൊഴുത പതിവുണ്ട്. ഇനി ഭഗവതി ആറാടുന്നതായ മമ്പിള്ളി കുളത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടി സ്വല്പം പറയേണ്ടിയിരിക്കുന്നു. മമ്പിള്ളി എന്നത് നമ്പൂതിരിയുടെ ഇല്ലപ്പേരാ. വലിയ ചിറ പോലെ വലിപ്പമുള്ളതായ ഈ കുളം ഒരു ദിവസം കൊണ്ട് കുത്തിച്ചതാണെന്നാണ് പറയുന്നത്. പണ്ടൊരു കാലത്ത് കൊച്ചി രാജകുടുംബത്തിൽ പുരുഷ സന്താനം ചുരുക്കമായി തീർന്നു. അതിനാൽ അക്കാലത്ത് ഗർഭിണിയായി തീർന്ന ഒരു തമ്പുരാട്ടി താൻ പ്രസവിച്ചുണ്ടാകുന്നത് ഒരു പുരുഷ സന്താനമായിരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഊരകത്ത് അമ്പത്തിരുവഴി ക്ഷേത്രത്തിൽ ഭജനമിരുന്നു. ആ ഭജനകാലത്ത് ഒരു ദിവസം തമ്പുരാട്ടി കാലും മുഖവും കഴുകുവാനായി ക്ഷേത്രക്കുളത്തിൽ ചെന്നിറങ്ങിയ സമയം മമ്പിള്ളി ഇല്ലത്തെ ബ്രഹ്മചാരിയായ ഒരു ഉണ്ണി ആ കുളക്കടവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കുസൃതിക്കാരനായ ഉണ്ണി തമ്പുരാട്ടിയെ മേൽമുണ്ടിന്മേൽ ചെള്ളിവെള്ളം തട്ടിത്തെറിപ്പിച്ചു. തമ്പുരാട്ടിക്ക് ആ ഉണ്ണിയുടെ നേരെ സാമാന്യത്തിലധികം ദേഷ്യം തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ കയറിപ്പോവുകയും ആ മുണ്ടിലെ ചെളി കളയാതെ അത് അപ്രകാരം തന്നെ സൂക്ഷിച്ചു വെക്കുകയും ഭജനകാലം കൂടിയതിനു ശേഷം തമ്പുരാട്ടി കോവിലകത്തേക്ക് തിരിച്ചെഴുന്നള്ളുകയും യഥാകാലം ഒരു പുരുഷപ്രജയെ പ്രസവിക്കുകയും ചെയ്തു. ഭാഗ്യവാനായിരുന്ന ആ രാജകുമാരന് 18ാമത്തെ തിരുവയസ്സിൽ തന്നെ രാജാധികാരവും സിദ്ധിച്ചു. രാജഭാരമേറ്റിട്ട് ആദ്യം വന്ന ആട്ടത്തിരുന്നാൾ ദിവസം അമ്മ തമ്പുരാട്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ചെളി പുരണ്ട മേൽമുണ്ട് അപ്രകാരം തന്നെ ഉടുത്തുകൊണ്ട് തമ്പുരാന് ചോറ് വിളമ്പിക്കൊടുത്തു. ആ മുണ്ട് കണ്ടിട്ട് തമ്പുരാൻ അതങ്ങനെ ആവാനുള്ള കാരണം കൽപ്പിച്ച് ചോദിക്കുകയും തമ്പുരാട്ടി വിവരമെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. അമൃതയത്ത് കഴിഞ്ഞ് പുറത്തെഴുന്നള്ളിയ ഉടനെ തമ്പുരാൻ ദിവാൻശിയെ തിരുമുമ്പാകെ വരുത്തി. നാളെ രാവിലെ എനിക്ക് കുളി മമ്പിള്ളി നമ്പൂരിയുടെ ഇല്ലമിരിക്കുന്ന സ്ഥലത്താണ്. അതിന് വേണ്ടതുപോലെ ചട്ടം കിട്ടിക്കൊള്ളാം എന്ന് കൽപ്പിച്ചു. കൽപ്പന പ്രകാരം ദിവാൻജി അന്ന് തന്നെ വേണ്ടുന്ന ആളുകളെ ശേഖരിച്ച് നമ്പൂരിയുടെ ഇല്ലം പൊളിച്ച് മാറ്റുകയും അതിരുന്ന സ്ഥലത്ത് വലിയ ചിറ പോലെ ഒരു കുളം കുഴിപ്പിച്ച് പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് പുണ്യാഹം കഴിപ്പിച്ച് ശുദ്ധമാക്കുകയും രാവിലെ തമ്പുരാൻ എഴുന്നള്ളി അവിടെ നീരാട്ടുകുഴിയും കഴിക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് മമ്പിള്ളിക്കുളത്തിന്റെ ഉത്ഭവം. അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ആണ്ടുതോറും വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 41 ദിവസം വാരവും കാർത്തിക നാൾ വിളിക്കും പതിവുണ്ട്. കാർത്തിക നാളത്തെ സന്ധ്യയുടെയും മറ്റും ചെലവും കൊച്ചി സർക്കാരിൽ നിന്നാണ് ചെയ്തു വരുന്നത്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം മീനമാസത്തിലാണ്. അത് സംബന്ധിച്ച് രോഹിണി നാൾ ശുദ്ധികലശം മുതലായവ കഴിച്ച് മകയിരുത്ത നാൾ കൊടിയ 8-ാം ദിവസം ഉത്രത്താഴ് നാളുമാണ് പ്രധാനമായ ആറാട്ട്. അത് ഓരോ ദിവസവും ഓരോ ദിക്കിലാണ്. അവയിൽ മകീരം, തിരുവാതിര ഈ ദിവസങ്ങളിലെ ആറാട്ട് മമ്പിള്ളിക്കുളത്തിലാണ് പതിവ്. ആറാട്ടുപുഴ പൂരത്തിന് 41 ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ചു വരും. ആ ക്ഷേത്രങ്ങളിലെല്ലാം മകീത്തിരുന്നാൾ കൊടിയേറ്റം, ഉത്രത്താഴ്നാൾ ആറാട്ടുമാണ് പതിവ്. പൂരത്തിനാൾ ആറാട്ടുപുഴ എഴുന്നള്ളിച്ചു വന്നാൽ ഉത്രത്താം നാൾ കാലത്ത് ആറാട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാ ദേവന്മാരെയും തിരികെ എത്തിക്കുന്നത്. ഈ സ്ഥലത്തിന് ആറാട്ടുപുഴ എന്ന നാമസിദ്ധിച്ചതിന്റെ കാരണം ഇതുതന്നെയായിരിക്കും. ഇവിടെ 41 ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ചു വരുന്നുണ്ടെങ്കിലും അവയിൽ പ്രാധാന്യം അമ്മ തിരുവടിയകത്തി തന്നെയാണ്. ഇവിടെ എഴുന്നള്ളിച്ചു വരുന്ന സകല ദേവന്മാർക്കും ഉത്രനാൾ നാൾ കാലത്ത് പുഴക്കടവിൽ ആറാട്ട് കഴിഞ്ഞാൽ ഉടനെ നിവേദ്യത്തിനും മറ്റും വേണ്ടുന്നതെല്ലാം അമ്മ തിരുവടി ആണ് കൊടുക്കുന്നത്. എന്നാൽ പ്രഭുത്വം കൊണ്ടും ത്രിപുരയാറ്റും ദേവനും മത്സരം നിമിത്തം ചേർപ്പിൽ ഭഗവതിയും മാത്രം അതൊന്നും സ്വീകരിക്കാറില്ല. അമ്മ തിരുവടിയും ചേർപ്പിൽ ഭഗവതിയും തമ്മിലുള്ള മത്സരത്തിന്റെ കാരണം ഇപ്പോൾ പറയാം. പെരുമനം ഗ്രാമത്തിലുള്ള നമ്പൂതിരിമാർ തമ്മിൽ കിടമത്സരം നിമിത്തം മുൻകാലങ്ങളിൽ മിക്കപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കെ പതിവായിരുന്നു. പെരുമനം ക്ഷേത്രത്തിൽ ഉത്സവമില്ലാതെ ആയപ്പോഴും തന്നെ ഇവരുടെ മത്സര നിമിത്തമാണ്. അവിടെ പണ്ട് ഉത്സവമുണ്ടായിരുന്നു. അവിടെയും മകീരത്തിരുന്നാൾ കൊടിയേറ്റം, തൃത്തുനാൾ ആറാട്ടുമായിട്ടാണ് ഉത്സവം നടന്നിരുന്നത്. നമ്പൂതിരിമാർ തമ്മിലുള്ള മത്സരവും വഴക്കും ലഹളയും നിമിത്തം അത് നിന്നുപോയി. പിന്നെ കുറച്ചു കാലത്തേക്ക് അവിടെ ഉത്സവമെന്നല്ല യാതൊരു ആഘോഷവും ഉണ്ടായിരുന്നില്ല. പതിവായിട്ടുള്ള പൂജ മുതലായവ പോലും ശരിയായി നടക്കാതെയായി തീർന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം യോഗക്കാരിൽ പകുതിയിലധികം ആളുകളും യോജിച്ച് ഉത്സവവും മറ്റുമില്ലെങ്കിലും ആണ്ടിലൊരിക്കൽ ഒരു ആഘോഷം നടത്തണമെന്നും പൂരം ആറാട്ടുപുഴ തന്നെ പ്രധാനമാക്കുകയാൽ അത് പൂയത്തുനാൾ മതിയെന്നും അതിനാൽ പെരുമനത്തപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കേണ്ടതെന്നും ആ ദിവസം ഗ്രാമത്തിലുള്ള മറ്റ് ദേവന്മാരെ എല്ലാം എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്നുവരികയും ആ എഴുന്നള്ളിപ്പ് കഴിവുള്ളത്തോളം കേമമാക്കുകയും ചെയ്താൽ മതിയെന്ന് നിശ്ചയിക്കുകയും അങ്ങനെ നടപ്പാക്കുകയും ചെയ്തു. അതാണിപ്പോഴത്തെ പെരുമനത്ത് പൂരം. യോഗക്കാരുടെ മത്സര നിമിത്തം പെരുമനത്ത് ക്ഷേത്രത്തിൽ പ്രതിദിനമുള്ള ഉച്ചപൂജയും ആണ്ടുതോറുമുള്ള കൂടിയാട്ടവും മറ്റും ചിലപ്പോൾ മുട്ടാനിട വരികയാൽ
അവ മുട്ടാതെ നടത്തണമെന്നും യോജിച്ച യോഗക്കാർ കൂടി പറവൂർ രാജാവിനെ ചുമതലപ്പെടുത്തുകയും ആ വഴിക്ക് ഒട്ടുവളരെ നിലംപുരയിടങ്ങൾ ദേവസ്വരത്തിൽ നിന്ന് രാജാവിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. പറവൂർ ദേശം തിരുവിതാംകൂറിലേക്ക് ഒതുങ്ങിയപ്പോൾ ആ വക വസ്തുക്കളും തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ അധീനതയിലായി. അതുകൊണ്ടാണ് കൊച്ചി രാജ്യത്തിലിരിക്കുന്ന പെരുമനത്ത് ക്ഷേത്രത്തിൽ ഉച്ചപൂജ, കൂടിയാട്ടം മുതലായവ ഇപ്പോഴും തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്ന് നടത്തിപ്പോരുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും യോഗക്കാരുടെ മത്സരവും പിണക്കവും പൂർണ്ണമായിട്ടും ശമിച്ചില്ല. പെരുമനം ഗ്രാമത്തിൽ പ്രധാനന്മാരും പ്രബലന്മാരുമായ അവണമനയ്ക്കൽ നമ്പൂതിരിപ്പാടും ചിറ്റൂർ മനയ്ക്കൽ നമ്പൂതിരിപ്പാടും തമ്മിലാണ് ഒടുക്കം വലിയ പിണക്കമുണ്ടായിരുന്നു. പെരുമനം ക്ഷേത്രത്തിലെ സംഗതികളെല്ലാം മേൽപ്പറഞ്ഞ പ്രകാരം ഒരുവിധം അവസാനിപ്പിച്ചതിന് ശേഷം ചിറ്റൂർ നമ്പൂതിരിപ്പാട് അമ്മ തിരുവടിയുടെ നേരെ തിരിഞ്ഞു. ഏതുവിധവും ആ ക്ഷേത്രം നാമാവിശേഷമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതിനായി അദ്ദേഹം പല വിദ്യകൾ പ്രയോഗിച്ചു നോക്കി. അവണമനയ്ക്കൽ നമ്പൂതിരിപ്പാട് അവയെല്ലാം സൂക്ഷ്മവാകിലത്തോടുകൂടി തടുത്തുകൊണ്ടിരുന്നതിനാൽ അമ്മ തിരുവടി ദേവസ്വത്തിലേക്ക് വലിയ തിരക്കേടൊന്നും പറ്റിയില്ല. അവണമനയ്ക്കൽ നമ്പൂതിരിപ്പാട്ടിലേക്ക് അമ്മ തിരുവടിയുടെ ആനുകൂല്യവും സജ്ജനങ്ങളുടെ സഹായവും ധാരാളമായി ഉണ്ടായിരുന്നു. ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലേക്ക് അവ രണ്ടും വളരെ കുറവായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ശരിയായി ഫലിക്കാതിരുന്നത്. അമ്മ തിരുവടിയെ പെരുമനത്ത് പൂരത്തിന് എഴുന്നള്ളിപ്പിച്ചു കൊണ്ടുപോകുന്ന സമയം ചില അപകടങ്ങൾ പറ്റിക്കുന്നതിനായി ചിറ്റൂർ നമ്പൂതിരിപ്പാട് ഗൂഢമായ ചില ആലോചനകളും ചട്ടം കൊള്ളുകയും ചെയ്തു. അവണ്ണാമന നമ്പൂതിരിപ്പാട് ആ വിവരം തന്റെ ചാരന്മാർ മുഖാന്തരം അറിഞ്ഞ് അമ്മ തിരുവടിയെ പെരുമന്നത്തിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ സ്വന്തം ചാത്തം കൊടുത്ത് ശാസ്താവിനെ കൂടി എഴുന്നള്ളിപ്പിച്ചു കൊണ്ട് പോകുന്നതിനും ആ എഴുന്നള്ളത്തുകൂടെ അനേകം അകമ്പടിക്കാരും പോകുന്നതിനും ഷട്ടം കിട്ടുകയും ക്ഷേത്ര പ്രദക്ഷിണത്തിനായി അമ്മ തിരുവടിയെ പെരുമനത്ത് മതിലിക്കകത്ത് എഴുന്നള്ളിപ്പിക്കുമ്പോൾ ശാസ്താവ് മുമ്പിലിരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതിനാൽ ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലെ ആ ഉദ്ദേശവും വലിച്ചിട്ടില്ല. ഇപ്പോൾ അകമ്പടിക്കാരില്ലെങ്കിലും പെരുമനത്ത് പൂരത്തിന് അമ്മ തിരുവടിയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ അവണാമന നമ്പൂതിരിപ്പാട് ഇപ്പോഴും തന്റെ ചാത്തം കൊടുത്ത് ശാസ്താവിനെയും കൂടി എഴുന്നള്ളിപ്പിച്ചയക്കാറുണ്ട്. മതിലിക്കകത്ത് ഭഗവതി മുമ്പിൽ തന്നെയായിട്ടാണ് ഇപ്പോഴും പതിവ്. അമ്മ തിരുവടിക്ക് അപകടമൊന്നും പറ്റാതിരിക്കുന്നതിന് അവണ്ണാമനെ നമ്പൂതിരിപ്പാട് സദാ വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിലും സ്വല്പമായൊരു നഷ്ടം പറ്റാതിരുന്നില്ല. ഒരു തവണ പെരുമനത്ത് പൂരത്തിന് തെക്കേ ഗോപുരത്തിൽ കൂടി അമ്മ തിരുവടിയെ മതിൽക്കകത്തേക്ക് എഴുന്നള്ളിപ്പിച്ചപ്പോൾ ചിലർ ഗോപുരത്തിന്റെ മുകളിലിരുന്ന് തോട്ടിയിട്ട് കുടയുടെ പൊന്മകുടം വലിച്ചെടുത്തുകൊണ്ടുപോയി. ഇത് ചെയ്തത് ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലെ ആജ്ഞാപകന്മാരായിരിക്കുമല്ലോ. ഏതെങ്കിലും അക്കാലം മുതൽ അമ്മ തിരുവടിയെ പെരുമനത്ത് മതിൽക്കകത്തേക്ക് ആ ഗോപുരത്തിൽ കൂടി എഴുന്നള്ളിക്കാറില്ല. ഇതൊന്നും കൊണ്ടും ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലേക്ക് തൃപ്തിയായില്ല. ഒടുക്കം അദ്ദേഹം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്ന പടിഞ്ഞാറെടുത്ത് ഭട്ടതിരിയെ സ്വാധീനപ്പെടുത്തി ദേവിയെ പൂവും നീരും കൂട്ടി ആവാഹിച്ചു ശങ്കിലാക്കി ചിറ്റൂർ മനയ്ക്കിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നതിനായി പറഞ്ഞ് ചട്ടം കെട്ടി. തന്ത്രി അപ്രകാരം ദേവിയെ ആവാഹിച്ചുകൊണ്ട് മതിൽക്കകത്ത് പുറത്തേക്ക് വടക്ക് കിഴക്കേ മൂല വരെ ചെന്നപ്പോൾ ശംഖ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീഴുകയും അതിൽ നിന്ന് ദുർനിരീക്ഷമായ ഒരു തേജസ് പുറപ്പെട്ട് അമ്പലത്തിനകത്തേക്ക് പോകുന്നതായി കാണപ്പെടുകയും ചെയ്തു. അന്നു മുതൽ ദർശനത്തിനായി അവിടെ വരുന്നവരെല്ലാം ശംഖ് നിലത്ത് വീണതായ ആ സ്ഥാനത്ത് മതിൽമേൽ തൊട്ട് തലയിൽ വെക്കുക പതിവായി. അതിപ്പോഴും നടന്നു വരുന്നുമുണ്ട്. ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലെ വാക്ക് കേട്ട് കപടതന്ത്രം ഉപയോഗിച്ച് തന്ത്രിയെ യോഗക്കാരും മറ്റും കൂടിയാലോചിച്ച് അന്നു തന്നെ മാറ്റുകയും തന്ത്രത്തിന് അവിടെ വേറെ ആളെ നിയമിക്കുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും ചിറ്റൂർ നമ്പൂതിരിപ്പാട്ടിലേക്ക് ഒട്ട് തൃപ്തിയാവുകയും തൻ്റെ ഉദ്ദേശം ഇവിടെ ഫലിക്കുന്നില്ലെന്ന് പൂർണ്ണബോധം വരികയും അതിനാൽ അദ്ദേഹം സ്വന്തമായൊരു ക്ഷേത്രം പണിയിച്ച് അവിടെയും ഭഗവതിയെ പ്രതിഷ്ഠിപ്പിക്കുകയും പൂരം മുതലായ ആഘോഷങ്ങൾ നടത്തി തുടങ്ങുകയും ചെയ്തു. ഇപ്രകാരം ഉണ്ടായതാണ് ചേർപ്പിൽ ഭഗവതി. ഈ സ്ഥിതിക്ക് ആ ഭഗവതിക്ക് അമ്മ തിരുവടിയോട് മത്സരമുണ്ടായത് ഒരത്ഭുതമല്ലല്ലോ. എന്നാൽ മനുഷ്യർ തമ്മിലാകാതെ ദേവിമാർ തമ്മിൽ മത്സരമുണ്ടാകുവാൻ ഇടയല്ലായിരുന്നതിനാൽ ഇത് മനുഷ്യസങ്കല്പം മാത്രമാണെന്ന് വരുവാനേ തരമുള്ളൂ. ആറാട്ട് പുഴപ്പുരത്തിന് ചേർപ്പിൽ ഭഗവതിയുടെ എഴുന്നള്ളത്ത് അമ്മ തിരുവടിയുടെ എഴുന്നള്ളത്തിനേക്കാൾ മൂടി പിടിപ്പിച്ച് കേമമാക്കണമെന്ന് വിചാരിച്ച് ഇപ്പോഴും മത്സരബുദ്ധിയോടുകൂടി ഉത്സാഹിക്കുന്നത് ആ അപേക്ഷിതകളായ മനുഷ്യരാണല്ലോ. ആറാട്ടുപുഴത്തിന് 41 ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവയിൽ തൃപ്പയാറ്റ് ശ്രീരാമസ്വാമിയുടെയും ഊരകത്ത് അമ്മ തിരുവടിയുടെയും ചേർപ്പിൽ ഭഗവതിയുടെയും എഴുന്നള്ളിപ്പതുകളാണ് അദ്ദേഹം കേമമായും മോടിയോടും കൂടി ഇപ്പോഴും നടന്നു വരുന്നത്. അമ്മ തിരുവടിയുടെ എഴുന്നള്ളത്തിന് 29 ആനകളാണ് പതി. ചേർപ്പിൽ ഭഗവതിയുടെ എഴുന്നള്ളത്തിന് ഒരിക്കലും അതിൽ കുറയില്ല. ചില കൊല്ലങ്ങളിൽ അതിൽ അധികവും ഉണ്ടായിരിക്കാറുണ്ട്. 70-ൽ പരം ഒന്നാന്തരം കൊമ്പനാനകളോടും മുൻവശത്ത് 4 വരിയായി അസംഖ്യം ദീപ്യഷ്ടികളോടും കൂടി നടുവിൽ തൃപ്പയാറ്റ് ദേവനും ഇടതുവശത്ത് ഊരക്കരുത്ത് അമ്മ തിരുവടിയും വലതുവശത്തെ ചേർപ്പിൽ ഭഗവതിയുമായി ആറാട്ടുപുഴ പാടത്തുള്ള ആ എഴുന്നള്ളത്ത് കാഴ്ചക്കാർക്ക് നേത്രോത്സവം തന്നെയാണ്.
ആ എഴുന്നള്ളത്തിന്റെ ഭംഗി മുഴുവനും അനുഭവ യോചരണമെങ്കിൽ സ്വല്പം ദൂരത്ത് നിന്ന് നോക്കുവണം. ആനകളുടെ ആധിക്യവും മേളത്തിന്റെ തകർപ്പും കൊണ്ട് ഗംഭീരവും വെടിക്കെട്ട് മുതലായവയുടെ രോഹത്യം കൊണ്ട് പ്രശാന്തരീതനവുമായ ആ എഴുന്നള്ളത്ത് കാണുന്നതിന് ദേവന്മാരും വരുന്നുണ്ടെന്നാണ് കേൾവി. കേവലം അതിശക്തിയല്ലെന്ന് ഇത് കാണുന്നവർക്ക് തോന്നിപ്പോകുമെന്നുള്ളത് സംശയമില്ല. അതിനുള്ള മുഖ്യ കാരണവും അമ്മ തിരുവടിയുടെ മാഹാത്മ്യം തന്നെയാണ്. പണ്ട് കിഴക്കോട്ട് മനക്കിലെ ഒരു കന്യക പതിവായി അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം കഴിച്ചത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കന്യകയ്ക്ക് യൗവനാരംഭമായി. അപ്പോൾ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് ദൂരസ്ഥനായ ഒരു നമ്പൂരിക്ക് പുത്രിയെ വേലി കഴിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള തീർത്ഥസ്ഥാനമായ ഒരു നമ്പൂരിക്ക് മുഹൂർത്തം നിശ്ചയിക്കുകയും വേണ്ടതെല്ലാം വട്ടം കൂട്ടുകയും വേണ്ടുന്നവരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തു. മുഹൂർത്ത ദിവസത്തിന്റെ തലേ ദിവസം തന്നെ വരാനെ നിശ്ചയിക്കപ്പെട്ട നമ്പൂരിയും ക്രിയാദികൾക്ക് വേണ്ടുന്നവരും ഓതിക്കോൻ മുതലായവരും മറ്റും വന്നു ചേർന്നു. മുഹൂർത്തം ഒരു ദിവസം രാത്രിയിലായിരുന്നു. അന്ന് കാലത്ത് കന്യക പതിവ് പോലെ കുളിച്ച് അമ്മ തിരുവടി ക്ഷേത്രത്തിലെത്തി ദർശനത്തിനായി നടയിൽ ചെന്ന സമയം, എൻ്റെ ദേവി, ഞാനിനി ഇവിടെ വന്ന് ദർശനം കഴിക്കുന്നത് ഏത് കാലത്തായിരിക്കും? എനിക്കിനി സംഗതി വരുമോ എന്നു തന്നെ സംശയമാണ്. ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ദർശനം കഴിക്കാതെ ജീവിച്ചിരിക്കണമെന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ഞാൻ ഇന്ന് തന്നെ മരിക്കുന്നതിന് സകരണം ദേവി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞുകൊണ്ട് തൊഴുതു. അപ്പോൾ ദേവി ഒട്ടും വ്യസനിക്കേണ്ട, ഇങ്ങോട്ട് പോരൂ എന്ന് അരുളി ചെയ്ത് തൃക്കൈകൾ തന്നെ നേരെ നീട്ടിയതായി കന്യകയ്ക്ക് തോന്നി. ഉടനെ കന്യക ശ്രീകോവിലകത്തേക്ക് ഓടിച്ചെന്നു. ദേവിയുടെ ബിംബത്തിന്മേൽ മുറുകെ കെട്ടിപ്പിടിക്കുകയും അവിടെ ഐക്യം പ്രാപിക്കുകയും ചെയ്തു. അക്കാലം മുതൽ കീഴോട്ടുകര മനക്കൽ അന്തർജനങ്ങളെയും കന്യകമാരും അമ്മത്തിരുടെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം കഴിക്കാതെയായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അന്തർജനങ്ങൾക്ക് ദർശനത്തിനായി അമ്മത്തിരുവടിയെ ആണ്ടിലൊരിക്കൽ മനക്കിൽ എഴുന്നള്ളിക്കുന്നതിന് നമ്പൂരിപ്പാട് ദേവസ്വത്തിലെത്തി അപേക്ഷിക്കുകയും പൂരം സംബന്ധിച്ച് കൊടിയേറ്റിയറിയാൽ ആറാട്ടിന് മുൻപായി ഒരു ദിവസം മനക്കിലേക്ക് എഴുന്നള്ളിക്കുന്നതെന്ന് ദേവസ്വക്കാർ സമ്മതിക്കുകയും അപ്രകാരം എഴുന്നള്ളിച്ചു തുടങ്ങുകയും ചെയ്തു. ആണ്ടുതോറും കൊടിയേറിയാൽ ആറാട്ടിന് മുൻപായി ഒരു ദിവസം അമ്മത്തിരുവടിയെ കീഴോട്ട് കരമനയ്ക്കൽ എഴുന്നള്ളിച്ച് ഇറക്ക പൂജയും മറ്റും ഇപ്പോഴും പതിവുണ്ട്. തന്ത്രിയുടെ പൂജ കഴിഞ്ഞാൽ തിടമ്പ് കിഴക്കിനിയിൽ എഴുന്നള്ളി വെച്ചിട്ട് തന്ത്രി മാറി നിൽക്കും. പിന്നെ അവിടെ അന്തർജനങ്ങൾ വന്ന് പൂജാനിവേദ്യങ്ങൾ ദർശകനും മറ്റും കഴിച്ചതിന് ശേഷമാണ് തിരിച്ചെഴുന്നള്ളിക്കുന്നത്. തന്ത്രിയുടെ പൂജാനിവേദ്യങ്ങളെക്കാൾ ദേവിക്ക് സന്തോഷപ്രവരങ്ങളായിട്ടുള്ളത് അന്തർജനങ്ങളുടെ നിവേദ്യ കാരണങ്ങളാണെന്നാണ് അവരുടെ വിശ്വാസം. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന്റെ ശാന്തിക്കാരൻ ബലികല്ലിയും മേൽ തൂവിക്കൊണ്ടു പോകുന്നതിന് പിന്നിലായിട്ടാണല്ലോ പതിവ്. എന്നാൽ അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിൽ അത്താഴ ശീവേലിക്കുള്ള പതിവോ ദേവിയെ മുൻപേ എഴുന്നള്ളിക്കുകയും ശാന്തിക്കാരൻ അതിന്റെ പിന്നാലെ നടന്നു പോവുകയും ചെയ്തു. ഇവിടെ ഇങ്ങനെയാണ്. ഇടകാലത്താണ് അതിന് കേട്ടിട്ടുള്ള കാരണം താഴെ ചേരും. പണ്ടൊരു ഗന്ധർവൻ തിരുവഞ്ചിക്കുളത്ത് ദീപാരാധനയ്ക്കും ഊരകത്ത് അമ്മത്തിരുടെ ക്ഷേത്രത്തിൽ അത്താഴ ശീവേലിക്കും തൃശ്ശൂർപേരൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃപ്പുകയ്ക്കും പതിവായി ദർശനം നടത്തി വന്നിരുന്നു. ഒരു ദിവസം ആ ഗന്ധർവൻ തിരുവഞ്ചിക്കുളത്തിന്മേൽ ദീപാരാധനയ്ക്ക് തൊഴുതിട്ട് ഊരകത്തെത്തിയപ്പോഴേക്കും അവിടെ അത്താഴ ശീവേലിക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നതായി കണ്ടു. തനിക്ക് പതിവുള്ള പ്രദക്ഷിണവും നമസ്കാരവും എല്ലാം മുഴുവനാക്കുന്നതിന് മുമ്പ് ശീവേലി കഴിഞ്ഞ് നടയടിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ച് ആ ഗന്ധർവൻ എഴുന്നള്ളിപ്പിന് മുൻപ് തൂവിക്കൊണ്ടുപോയ മേശാന്തിക്കാരനെ തടുത്തു നിർത്തി ഭയപ്പെടുത്തി. അതിനാൽ ആ ശാന്തിക്കാരൻ ബോധരഹിതനായി കുറച്ചു നേരം സ്തംഭിച്ചു നിന്നുപോയി. ദേവിയെ എഴുന്നള്ളിച്ച് അടുക്കൽ കൊണ്ടുചെന്നതിന് ശേഷം അദ്ദേഹത്തിന് ബോധം വന്നുള്ളൂ. ദേവി അടുത്തുണ്ടായാൽ ആരെയും ഭയപ്പെടുത്തുവാൻ ഗന്ധർവനും മറ്റും വിചാരിച്ചാൽ സാധിക്കുകയില്ലെന്നു. അതിനാൽ അക്കാലം മുതൽ അവിടെ അത്താഴ ശീവേലിക്ക് അമ്മ തിരുവടിയെ എഴുന്നള്ളിപ്പിച്ച് കൊടിമരത്തറയുടെ വടക്കുവശത്ത് നിർത്തിയതിനു ശേഷം ഏഷാന്തിക്കാരൻ വന്ന് തുറവെടുപ്പിച്ച് തുടങ്ങി മതിയെന്ന് നിശ്ചയിച്ചു. അതിനാൽ ഇപ്പോഴും അപ്രകാരം തന്നെ നടന്നു വന്നു. ഈ ഐതിഹ്യം കൊണ്ട് ദേവയാനികൾക്ക് പോലും പതിവായി വന്ന അമ്മ തിരുവടിയെ വന്ദിക്കുന്നെന്നുള്ള സ്പഷ്ടമാകുന്നുണ്ടല്ലോ. അത് നമുക്കിപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നുണ്ടെങ്കിലും അവിടെ സന്തതിക്കായിട്ടും സംധാനിക്കാനായിട്ടും വിദ്യ കൊണ്ടും മറ്റും അനേകം ആളുകൾ ഇപ്പോഴും വന്ന് ദേവിയെ ഭജിക്കുകയും എല്ലാവർക്കും അഭീഷ്ടസിദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതോടുകൂടി ഈ ഒരു ശ്ലോകം അവസാനിക്കുകയാണ്. എങ്ങനെ? സേവിക്കുന്ന ജനാവലിക്ക് സതതം ഭാവിപ്പതെല്ലാം കൊടുത്തീ വിശ്വത്തീ കൽപ്പിത സമമായ ഭൂവിൽ പ്രസിദ്ധ്യാപരം ശ്രീവിങ്ങും വലയാരത്തിങ്ങമലരും ദേവിക്കിഴും പാതാമരും പൂവിൽ ചേർത്ത് നമുക്കെല്ലാവർക്കും ഉടനെ ആവിർഭവിക്കുന്നു ശുഭം. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 62 അവസാനിക്കുകയാണ്. അടുത്തത് അധ്യായം 63 സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തുടരും.